ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇന്ന് നമ്മള് ഇക്കായി 3-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. തുറന്ന കാഴ്ചകൾ, അതാണ് ഖുൽത്തെ നസറേ. ജബ് ഹം ധീരെ ചൽത്തേ ഹേ, നമ്മൾ പതുക്കെ സഞ്ചരിക്കുമ്പോൾ. ധീരെ, പതുക്കെ, സ്ലോ ആയിട്ട്. ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്നതൊരു യാത്രാ വിവരണമാണ്. അത് എഴുതിയിരിക്കുന്നത് എലൻ ഷാ. मैं हमेशा की तरह मेट्रो में स्केचिंग करता घर लौट रहा था. ഞാൻ ഹമേശ കി തരവ്, എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ, മെട്രോമേ, മെട്രോ ട്രെയിനിൽ, സ്കെച്ചിങ് കർത്ത, സ്കെച്ചിങ് ചെയ്തുകൊണ്ട്, ഘർ ലോട്ട് റഹാദ, വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ നോക്കി നോക്കി സ്കെച്ചിങ് ചെയ്തുകൊണ്ടാണ് ഈ ലേഖകൻ ട്രെയിനിൽ വീട്ടിലേക്ക് വരുന്നത്. തബി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നെ ലഗി. അപ്പോഴാണ് ഒരു പെൺകുട്ടി, ഏക് ലഡ്കി പാസ് ആക്കർ, എന്റെ അടുത്ത് വന്നിട്ട്, മേരാ കാം ദേഖ്നെ ലഗി, എന്റെ ജോലി, അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ ചിത്രം വരയ്ക്കുന്നത് നോക്കി നിന്നു. ഉസ്കാ നാം ലുവാന ഥ, അവരുടെ പേര് ലുവാന എന്നായിരുന്നു. ഉസേ കാം ഇത്നാ ദിൽചസ്പ് ലഗാ കി उसने अपना विजिटिंग कार्ड मुझे दिया और मिलने का वादा किया. അവർക്ക് ഞാൻ വരയ്ക്കുന്ന കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത്നാ ദിൽചസ്പ് ലഗാ, ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കി ഉസ്നെ അപ്നാ വിസിറ്റിംഗ് കാർഡ് മുझे दिया, അവരവരുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. ഓർ മിൽനെ കാ വാദാ കിയ, തമ്മിൽ കണ്ടുമുട്ടണമെന്ന് പറഞ്ഞു. कुछ दिनों बाद वो अपने दोस्त मैनुअल के साथ मुझसे मिलने आई. कुछ दिनों बाद, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, वो, അവര്, अपने दोस्त मैनुअल के साथ, അവരുടെ സുഹൃത്തായ മാനുവലിന്റെ കൂടെ, മുझसे मिलने आई, എന്നെ കാണാൻ വേണ്ടി വന്നു. उनकी संस्था कला थिएटरों, इटली के फ्रियूसी इलाके में एक चलता फिरता थिएटर शुरू करना चाहती थी. उनकी സംസ്ഥ, അവരുടെ സംഘടനയായ കലാ തിയേറ്ററോം എന്ന സംഘടന, ഇറ്റലിക്ക് ഫ്രിയൂലി ഇലാക്കേമേ, ഇറ്റലിയിലുള്ള ഫ്രിയൂലി എന്ന പ്രദേശത്ത് ഒരു ചൽത്താ ഫിർത്ത തിയേറ്റർ എന്ന് പറഞ്ഞ മൂവിങ് ആയിട്ടുള്ള, ചലിക്കുന്ന, മൊബൈൽ ആയിട്ടുള്ള തിയേറ്റർ ശുരു കർണ ചാത്തീതി, തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇസ്മേ ചിത്രകാർ, സംഗീതകാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സാബ് ഹോനെ ദേ. ആ പുതിയതായിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന തിയേറ്ററിൻ്റെ അകത്ത് ചിത്രകാരന്മാരും പാട്ട് പാടുന്ന ആളുകളും ഡാൻസേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് की एक बेहतरीन डांसर है. ലുവാന ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള വളരെ നല്ല ഒരു നൃത്തകാരിയായിരുന്നു. उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया. उन्होंने मुझे, അവർ എനിക്ക്, ഈസ് യാത്രാക്കോ, ഈ ഒരു യാത്രയെ, ചിത്രോമേ ദർജ് കർണേക, ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ, ന്യോതാ ദിയ, ക്ഷണിച്ചു. അവരുടെ ഈ യാത്രയെ ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്താൻ അവർ എന്നെ ക്ഷണിച്ചു. മേരെ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥാ. എന്റെ അടുത്ത് ഹാ കെ അലാവ, ഹാ എന്നല്ലാതെ, കോയി ജവാബ് ന ഥാ, വേറൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. മേരെ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥാ. ലേഖകെ ഇസ് കഥൻ കാ താൽപര്യ ക്യാ ഹെ. എന്തുകൊണ്ടായിരിക്കും ലേഖക അങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയുക പോലും വേണ്ട, അത്രയും നല്ലൊരു അവസരം കിട്ടിയതുകൊണ്ട് യെസ് എന്ന് പറയാനല്ലാതെ വേറൊരു ഉത്തരവും കയ്യിലുണ്ടായിരുന്നില്ല. ഇസ് പ്രോജക്ട് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ് ലേനാ ഥാ. ഈ പ്രൊജക്ടിന്റെ മക്സദ് എന്ന് പറഞ്ഞ ലക്ഷ്യം, സ്ലോ ട്രാവൽ കാ, പതുക്കെയുള്ള ട്രാവൽ, അനുഭവ് ലേനാ ഥാ, അത് അനുഭവിച്ചറിയുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം.
मध्यकाल में लोग गधे पर सामान बांधकर एक से दूसरी जगह ले जाते थे. മധ്യകാലത്തില് വളരെ മുമ്പുള്ള കുറച്ച് മുമ്പുള്ള കാലത്തില് ലോഗ് ആളുകള് ഗധേ പർ കഴുതപ്പുറത്ത് സാമാൻ ബാന്ധകർ സാമാനം കെട്ടി ഏക് സെ ദൂസരി ജഗ ലേ ജാത്തേ ഥേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഹമാര റൂട്ട് ബി ഏക് ऐसा ही മധ്യകാലീൻ രാസ്താ ഥാ. പണ്ട് ആളുകൾ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പോയിരുന്ന അതേ റൂട്ടിലാണ് ഞങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. യഹ് അലഗ് അലഗ് ഷഹരോൻ സെ ഹോക്കർ ഗുസാർത്താ ഥാ. ഈ വഴി അലഗ് അലഗ് ഷഹരോൻ സെ പല പല നഗരങ്ങളിലൂടെ ഹോക്കർ ഗുസർത്താ ഥാ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഹമാരെ സാത്ത് ഫിയാക്കോ നാം കാ എക് ഗധാ ഭി ഥാ. ഞങ്ങളുടെ കൂടെ ഹമാരെ സാത്ത് ഫിയാക്കോ നാം കാ ഫിയാക്കോ എന്ന് പേരുള്ള എക് ഗധാ ഭി ഥാ ഒരു കഴുതയും ഉണ്ടായിരുന്നു. യാ യു കഹേ കി ഹം ഫിയാക്കോ കെ സാത്ത് ഥേ. ഇനി അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഹം ഫിയാക്കോ കെ സാത്ത് ഥേ. ഞങ്ങൾ ഫിയാക്കോ എന്ന പേരുള്ള ആ കഴുതയുടെ കൂടെയായിരുന്നു. ഹം ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഥേ. ഞങ്ങള് അതിന്റെ പീച്ചെ പീച്ചെ പിന്നാലെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ പിന്നാലെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഫിയാക്കോ കാ മാലിക് എല്ലിയ ബി സാത്ത. ഫിയാക്കോയുടെ ഉടമസ്ഥനായിട്ടുള്ള എല്ലിയ ബി സാത്ത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തയ് ഹുവാ കി ജഹാൻ ജഹാൻ ഫിയാക്കോ രുക്കേഗ ഹം ബി വഹി രുക് ജായേംഗെ. അപ്പൊ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. എന്താണ്? ജഹാൻ ജഹാൻ ഫിയോക്കോ രുക്കേഗ. എവിടെയൊക്കെയാണോ ആ കഴുത നിൽക്കുന്നത്, ഹംബി വഹി രുക് ജായേംഗെ, നമ്മളും അതിന്റെ കൂടെ അവിടെ നിൽക്കും. ഹമേ കൈ പहुंचने ജൽദി നഹി ഥി. ഞങ്ങൾക്ക് എവിടെയും പെട്ടെന്ന് എത്തണമെന്നുള്ള ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കോയി ജൽദി നഹി ഥി. ഹം രാസ്തേ മേ കഹീ ഭി രുക്കർ നാച്നെ ഗാനെ ബജാനെ ലഗ്തേ ഥേ. ഞങ്ങൾ വഴിയിൽ എവിടെ വേണമെങ്കിലും, അപ്പൊ തോന്നുന്ന സ്ഥലത്ത് അവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് നാച്നെ ഗാനെ ബജാനെ ലഗ്തേ ഥേ, പാട്ടുപാടി നൃത്തം ചെയ്ത് അങ്ങനെ സമയം ചെലവഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ജിസ് ഷഹർ മേ ഷാം കോ പെർഫോം കർത്തെ വഹി രാത് ഗുസർത്തെ ഥേ. ജിസ് ഷഹർ മേ ഏത് നഗരത്തിലാണോ ഷാം കോ പെർഫോം കർത്തെ വൈകുന്നേരം പെർഫോം ചെയ്യുന്നത്, അവിടെ എത്തി അവിടെ ഒരു പെർഫോമൻസ് ഒക്കെ നടത്തുകയാണ്. അപ്പൊ അവിടെ വഹി രാത് ഗുസാർത്തെ ഥേ, അവിടെ തന്നെയാണ് രാത്രി കഴിച്ചുകൂട്ടിയിരുന്നത്. മേ ഇൻ സബ്കോ കാഗസ് പർ ഉകേർത്താ രഹതാ. ഞാൻ ഇതൊക്കെ കാഗസ് പർ പേപ്പറില് ഉകേർത്ത എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ വരച്ചിടുക, വരച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം ഭയങ്കര ഒരു സ്കെച്ചിങ് എക്സ്പേർട്ട് ആണല്ലേ. അപ്പൊ ഇവരുടെ കൂടെ പോയിട്ട് ഓരോ വൈകുന്നേരവും ഓരോ യാത്രയിലും എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതൊക്കെ ഈ ലേഖകൻ പേപ്പറിൽ ഉകേർത്താ രഹതാ ഹേ ചിത്രങ്ങളായിട്ട് വരച്ചിടുമായിരുന്നു. ശുരുവാത് നദി സെ ദുആ മാംഗ്നെ സെ ഹുയി. ഈ യാത്രയുടെ തുടക്കം ശുരുവാത് നദി സെ ദുആ മാംഗ്നെ, നദിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. അപ്പൊ നദിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മാംഗ്നെ സെ ഹുയി, അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. കൈധരീന, കാതറീന എന്നായിരിക്കും. കാതറീനെ ഏക് സുന്ദർ ഗാന ഗായ. കാതറീന വളരെ മനോഹരമായ ഒരു പാട്ട് പാടി. കൈയോങ്കി ആംഖേം ബി ഗയി. കൂട്ടത്തിലുള്ള കുറെ ആളുകളുടെ ആംഖേം ബി ഗയി എന്ന് പറഞ്ഞാൽ കണ്ണ് നനഞ്ഞു പോയി. ബീഗ്ന എന്ന് പറഞ്ഞാൽ നനയുകയാണ്. മുझे നദി സെ യൂं ദുആ മാംഗ്ന बहुत अच्छा लगा. എനിക്ക് നദി സെ യൂं ദുആ മാംഗ്ന, നദിയോട് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത് बहुत अच्छा लगा, വളരെ ഇഷ്ടപ്പെട്ടു. हमें कहीं पहुंचने की जल्दी नहीं थी. इस कथन में कला थिएटरों की कौन सी विशेषता प्रकट होती है? ഞങ്ങൾക്ക് എവിടെ എത്താൻ ഒരു ധൃതിയും ഇല്ലായിരുന്നു. അതായത് അവരുടെ ഉദ്ദേശം തന്നെ സ്ലോ ആയിട്ട് മെല്ലെ മെല്ലെ സഞ്ചരിച്ചുകൊണ്ട് പാട്ടുകളും കലയും ഒക്കെ ആസ്വദിച്ച് യാത്ര ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു.
അല്ലാതെ നമുക്കിപ്പോ 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ള ഒരു തിരക്കും അവർക്കുണ്ടായിരുന്നില്ല. അച്ചാനക് ഫിയാക്കോ ചൽത്തെ ചൽത്തെ രുക് ഗയ. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ പെട്ടെന്ന് അചാനക് ഫിയാക്കോ അവരുടെ കഴുത ചൽത്തെ ചൽത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോ രുക് ഗയ നിന്നു, എവിടെയോ സ്റ്റോപ്പ് ചെയ്തു. ആകെ നദി രാസ്ത പാർ കർ രഹി ഥി. അതായത് അവര് നടന്നു പോകുന്നതിന്റെ മുമ്പുള്ള വഴി ഒരു നദി അതിനെ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. രാസ്ത പാർ കർ രഹി ഥി. ഷായദ് ഫിയാക്കോ ഉസെ പാർ നഹി കർന ചാഹതാ ഥാ. ഷായദ് മേ ബി ചിലപ്പോ ഫിയാക്കോ ഉസെ പാർ നഹി കർന ചാഹതാ ഥാ. ഫിയാക്കോക്ക് ആ നദി കടന്നു പോകണമെന്ന് ഉണ്ടായിരിക്കില്ല, അതിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഫിയാക്കോ നിന്നു. ഹം ഭി രുക് ഗയേ. ആ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും നിന്നു. കൊച്ചിനെ ആരാം കിയ. കുറച്ചു പേര് റെസ്റ്റ് എടുത്തു. കൊച്ചിനെ ഫൽ ഖായേ. കുറച്ചു പേര് പഴങ്ങളൊക്കെ കഴിച്ചു. എല്ലിയാനെ ഫിയാക്കോക്കോ മനാനേക്ക് ബഹുത് കോശിഷ് കി. എല്ലിയ ഫിയാക്കോന്റെ ഉടമസ്ഥൻ, ഫിയാക്കോക്കോ മനാനേക്ക് അതിനെ ഒരുവിധം സമ്മതിപ്പിച്ച് ഈ നദി ക്രോസ് ചെയ്യിപ്പിക്കാൻ ബഹുത് കോശിഷ് കി വളരെയധികം ശ്രമിച്ചു. पर वो टस से मस न हुआ. ടസ് സെ മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി നീങ്ങിയില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. അപ്പൊ ഫിയാക്കോ അവിടെ നിന്ന് അനങ്ങിയേയില്ല, അവിടെ തന്നെ നിന്നു. कोई 5 घंटे बाद क्रिस्टीना ने उसे गेहूं की बालियां दिखाई. ഒരു 3/4 മണിക്കൂറിന് ശേഷം, ഏകദേശം 3/4 മണിക്കൂർ, അതാണ് 5 ഘണ്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 3/4 മണിക്കൂറിന് ശേഷം ക്രിസ്റ്റീന അവന് ഗോതമ്പ് കതിരുകൾ കാണിച്ചു കൊടുത്തു. ഗേഹൂക്കി ബാലിയാം എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ കതിരുകൾ, അത് കാണിച്ചു കൊടുത്തു. ഒസേ ദേഖ്തെ ദേഖ്തെ ഫിയാക്കോ സഡക് പാർ കർ ഗയാ. അത് നോക്കി നോക്കി ഫിയാക്കോ ആ റോഡ് മുറിച്ചു കടന്നു. പർ സബി ഉസ്കെ സാത്ത് നഹി ചലെ. പക്ഷെ എല്ലാരും അതിന്റെ കൂടെ പോയില്ല. വേ ബാത്തോമേ മഷ്ഗൂൽ ഥേ. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാരും അതിന്റെ പിന്നാലെ പോയില്ല. സബ് സാത്ത് ദേ മസേമേ ദേ. എല്ലാവരും ഒരുമിച്ചായിരുന്നു, അവര് വളരെ സന്തോഷത്തിലായിരുന്നു. ഒരുവിധം ക്രിസ്റ്റീന ആ കഴുതയെ മുന്നോട്ട് നീക്കി, എന്നാ ആളുകള് അപ്പോഴും ഒരുമിച്ച് ഇന്ന് സംസാരിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോ കാദറീന ഉസ് പാർ ഗേഹൂ കെ ഖേത് മേ ജാക്കർ ഗാനെ ലഗി. കാദറീന ക്രോസ് ചെയ്തിട്ട് ഉസ് പാർ മറ്റേ വശത്ത് ഗേഹൂ കെ ഖേത് മേ ഗോതമ്പ് വയലിൽ ജാക്കർ പോയിട്ട് ഗാനെ ലഗി അവിടുന്ന് പാട്ട് പാടാൻ തുടങ്ങി. उसके गाने में इतनी कशिश थी कि सब खींचे चले आए. അവളുടെ പാട്ടില് ഇത്തിനി കശീഷ് ദി, ഇത്രയ്ക്കും ആകർഷണം ഉണ്ടായിരുന്നു. കി അതുകൊണ്ട് തന്നെ സബ് ഖീച്ചെ ചലയായേ, എല്ലാവരെയും അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു, എല്ലാരും അങ്ങോട്ട് വന്നു. കുച്ച്നെ ഖേത് സെ ബാലിയാം ഉച്കായി. കുറച്ചുപേര് വയലിൽ നിന്ന് ബാലിയാം ഉച്കായി ആ കതിരുകളൊക്കെ പറിച്ചെടുത്തു. മേനെ ഏക് ഹാത്ത് മേ ഉൾട്ടാ പക്കഡ് പൗധ ദേക്ക. ഞാൻ ഒരാള് ഹാത്ത് മേ കയ്യിൽ ഉൾട്ടാ പക്കട പൗധ, ഈ ചെടിക്ക് ഈ കതിരിനാണ് പൗധ എന്ന് പറയുന്നത്, അപ്പൊ അതിനെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് കണ്ടു. ഉസ്കി ജഡ് ഊപ്പർ ദി. അതിന്റെ വേരുകൾ, ഈ ഒരു ചെടീനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാൾ കയ്യിൽ തിരിച്ചു പിടിച്ചിരിക്കുക. അപ്പൊ ഈ ഭാഗം നോക്കുന്ന സമയത്ത് അതിന്റെ വേരുകൾ കണ്ടാൽ ജോ ഫൂലോം കി തര ലഗ് രഹി ഥി, അത് കാണുമ്പോ പൂക്കളെ പോലെ തോന്നിക്കുമായിരുന്നു. उसकी जड़ ऊपर दी जो फूलों की तरह लग रही थी. ऐसा कोई दृश्य आपने कभी कुछ अलग तरीके से महसूस किया है? ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തോ കാര്യങ്ങളെ ഓർമ്മ വരുന്നത് പോലെ എന്തെങ്കിലും ദൃശ്യം നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ഇത്രയും പാഠഭാഗത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നസറെ കാഴ്ചകൾ, യാത്രാവിവരണം, സ്കെച്ചിങ് ചിത്രരചന, ചിത്രം വരയ്ക്കുക.
ദിൽചസ്പ് രസകരമായ, സംസ്ഥ സംഘടന, ഇലാക്ക പ്രദേശം, ചൽത്ത ഫിർത്ത സഞ്ചരിക്കുന്ന, മക്സദ് ലക്ഷ്യം, അനുഭവ് അനുഭവം, മധ്യകാൽ മധ്യകാലഘട്ടം, റൂട്ട് വഴി, ഗധ കഴുത, ന്യോത ക്ഷണം, ദർജ് കർണ രേഖപ്പെടുത്തുക, മാലിക് ഉടമ, ഉക്കേർന പകർത്തി വെക്കുക അല്ലെങ്കിൽ ചിത്രം വരച്ചു വെക്കുക, ദുആ പ്രാർത്ഥന, മഷ്ഗൂൽ മുഴുകിയിരിക്കുക, കശീഷ് ആകർഷണം, ഉച്കായി പറിച്ചെടുത്തു, ജഡ് വേര്, പൈൻ ഗണ്ടേ മുക്കാമണിക്കൂർ, ബാലിയാം ധാന്യക്കതിരുകള്, മനാനേക്ക് കോശിഷ് സമ്മതിപ്പിക്കാനുള്ള ശ്രമം, ടസ് മസ് ന ഹോന ഒട്ടും അനങ്ങാതിരിക്കുക വഴങ്ങാതിരിക്കുക, ഒരടി നീങ്ങാതിരിക്കുക. ഇതിന്റെ ബാക്കി ഭാഗം പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.